ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് എത്തുന്ന കരുണയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മോഹിനി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളും നിങ്ങളുടെ മൂത്ത മോളും ചേർന്നാണ് പായസത്തിൽ വിഷം ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം ചുമത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും പിന്നെ ഇയാളും ചേർന്നാണ് ലക്ഷ്മിയെയും കണ്ണൻമോനെയും കൊല്ലൻ പായസത്തിൽ വിഷം ചേർത്തത് എന്ന് ചുട്ട മറുപടി തന്നെ കരുണയ്ക്ക് മോഹിനി കൊടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു അമ്മ ആർക്കും ഉണ്ടാവരുത്. പ്രസവിച്ച മക്കളെ രണ്ടായി കാണുന്ന അമ്മ എന്ന് മോഹിനിയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കരുണ അവിടെ നിന്നും പോകുന്നു. ശേഷം നിനക്കെങ്കിലും നല്ലവരുടെ കൂടെ നിന്നൂടെ മോനെ, കരുണ മോളെ ഉപദേശിച്ച് നന്നാക്കി കൂടെ എന്നെല്ലാം മോഹിനി ഉണ്ണിയോട് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ കരുണയുടെ പാദസേവ ചെയ്തുകൊണ്ടിരുന്നവളാണ് ഇപ്പോൾ കമലേശ്വരത്തെ മഹാറാണിയാണെന്നും ഞാനിപ്പോൾ കമ്പനിയിൽ വെറും ഒരു ശമ്പളക്കാരൻ മാത്രമാണ്. കണ്ണേട്ടൻ അധികാരം കൈമാറിയതിൻ്റെ നെകളിപ്പിൽ നടക്കുന്ന നിങ്ങളുടെ മൂത്ത മോളെ ആദ്യം ഉപദേശിച്ച് നന്നാക്കാൻ പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ മോഹിനി. ശേഷം അകത്തെത്തുന്നതും എൻ്റെ കുഞ്ഞിനെ എങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പ്രതാപ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞിന് ഒരിത്തിരി സന്തോഷം കൊടുക്കാൻ നമുക്ക് പറ്റിയോ എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരയാണ് മുത്തശ്ശി ചെയ്യുന്നത്. തുടർന്ന് ഉണ്ണിയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട്, ഇനി ലക്ഷ്മിയോ കണ്ണനോ ആരെങ്കിലും ഒരാൾ ഇല്ലാതാകുന്നത് വരെ ഞങ്ങളുടെ കുഞ്ഞിനെ കമലേശ്വരത്തേക്ക് വിടുന്നില്ല. എൻ്റെ കുഞ്ഞിനെ ഈ നിലയിൽ കണ്ട് പൊട്ടിച്ചിരിക്കാനായിരിക്കും അവൾ കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിടില്ല. അവളെ പൊന്നുപോലെ നോക്കാനുള്ള കഴിവും എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വീണ്ടും കുത്തി നോവിച്ച് സംസാരിക്കുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗരം മഞ്ജുവും ടെക്സ്റ്റൈൽസിലെത്തുന്നു. മാനേജറാണെങ്കിൽ മഞ്ജുവിനെ കാണുന്നതും വളരെയധികം വിനയത്തോടെയും ബഹുമാനത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. മാർക്കോയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയതിൻ്റെയാണ് എന്നോട് കാണിക്കുന്ന ഈ വിനയം എന്നെല്ലാം സാഗറിനോട് അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് മഞ്ജു ഇന്ന് തന്നെ ഇവിടേക്ക് തിരിച്ച് ജോലിക്ക് കയറണമെന്നും മഞ്ജുവിന് ഇഷ്ടമുള്ള കാലത്തോളം ഇവിടെ ജോലി ചെയ്യാം, സ്വന്തം ഷോപ്പായി കണ്ട് ഇവിടെ ജോലി ചെയ്യാം എന്നെല്ലാം മാനേജർ പറയുമ്പോൾ അന്ന് സാറ് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അത് പിന്നെ ആ മേഘൻ്റെ വാക്ക് കേട്ട് ഞാൻ മഞ്ജുവിനെ തെറ്റിദ്ധരിച്ചു, ഇനി എങ്ങനെയൊന്നും എന്നിൽ നിന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ അയാൾ. പിന്നീട് മഞ്ജു ടെക്സ്റ്റൈൽസിൽ തിരിച്ച് ജോലിക്ക് കയറിയ വിവരം മേഘന അറിയുന്നുണ്ട്. അപ്പോൾ മേഘൻ ഉടനെ തന്നെ മാനേജറെ വിളിക്കുന്നു. എന്നിട്ട് തനിക്ക് ഞാൻ പറഞ്ഞാലൊന്നും ഒരു വിലയില്ല അല്ലേ, തൻ്റെ നേരം ഇരുട്ടി വിളിക്കുമ്പോഴത്തേക്കും തൻ്റെ മനസ്സ് മാറിയോ എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു മേഘൻ സാറേ, എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. ആ മാർക്കോ മഞ്ജുവിൻ്റെ ആങ്ങളെയാണെന്ന് മേഘൻ സാർ എന്നോട് പറഞ്ഞില്ലല്ലോ. എൻ്റെ തടി കേടാവുന്ന ഒന്നിനും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ മാർക്കോ അവനാണല്ലേ ഇതിന് പിറകിൽ, കണ്ണനെയും മഹാലക്ഷ്മിയല്ല മാർക്കോ അവനെയാണ് ആദ്യം തീർക്കേണ്ടത്, ഇല്ലെങ്കിൽ വിചാരിച്ചതൊന്നും നടക്കില്ല എന്നെല്ലാം സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹിയാണെങ്കിൽ വൃശ്ചികം 1-ാം തീയതി പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു. കണ്ണനാണെങ്കിൽ ഇത്തവണ മാലയിട്ട് മലയ്ക്ക് കയറാനുള്ള ഒരു ആഗ്രഹം, മലയ്ക്ക് പോകാനുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പോൾ കണ്ണൻ മഹിയോട് ചോദിക്കുന്നുണ്ട്, ഇത്തവണ എനിക്ക് അയ്യപ്പ ദർശനം സാധ്യമാകൂ മഹി, അയ്യപ്പനെ കാലിന് സ്വാധീനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അയ്യപ്പനെ കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മണ്ഡലകാലത്തല്ലെങ്കിലും മകരവിളക്കിന് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് കണ്ണേട്ടന് നടന്ന് സന്നിധാനത്തെത്താൻ കഴിയും. കണ്ണേട്ടൻ്റെ പിറന്നാളിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നല്ലേ സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞിട്ടുള്ളത്. ആ അമ്മ പറഞ്ഞത് ഒരിക്കലും വെറുമ്പാക്കാവില്ല എന്ന് തന്നെ കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്. ഒരു മണ്ഡലകാലത്തല്ലേ കണ്ണേട്ടൻ വീൽ ചെയറിലായത്, ഈ മണ്ഡലകാലത്ത് കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നും മല ചവിട്ടാൻ കഴിയുമെന്നും മഹി വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. അപ്പോൾ ഇതറിയുന്ന ദുർഗയ്ക്കും ഉണ്ണിക്കും ആണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർ മഹിയെ വീണ്ടും കുത്തി നോവിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മണ്ഡലകാലമായിട്ട് ഒരുത്തനെ മാലയിട്ട് മല ചവിട്ടിക്കണം എന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്, നിനക്കും അവനും എന്താടി ഭ്രാന്ത് പിടിച്ചോ, അവൻ്റെ വലതുകാലിൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് ചലിച്ചപ്പോൾ തന്നെ നീയൊക്കെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളാണല്ലോ കാണുന്നത് എന്നെല്ലാം ദുർഗ മഹിയോട് പറയുമ്പോൾ ഇതേ സമയം തന്നെ കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശേഷം കണ്ണൻ വന്നിട്ട് പറയുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ മഹാലക്ഷ്മി, ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം ചൈതന്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചറിയുന്നത്. അതുമാത്രമല്ല ഓണം വിഷു അങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് മനസ്സ് കുറച്ചെങ്കിലും ആശ്വസിക്കുന്നത് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനു മുൻപ് എൻ്റെ ജീവിതത്തിലുണ്ടായ കറുത്ത അധ്യായങ്ങളൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. മാലയിട്ട് വ്രതം നോക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എന്നെക്കൊണ്ട് കൂടുതലൊന്നും അമ്മ പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവർക്ക് രണ്ടുപേർക്കും ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്.
ശേഷം ഇവൾ എന്ത് ഭാവിച്ചതാ ഉണ്ണി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ചികിത്സ കൊണ്ട് അവൻ്റെ തളർച്ചയെങ്ങാനും മാറിക്കാണോ എന്നെല്ലാം ദുർഗ ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് അവൻ മാലയിട്ട് മലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് എന്നെല്ലാം ദുർഗ ഉണ്ണിയോട് ചോദിക്കുമ്പോൾ വീൽ ചെയറിൻ്റെ സഹായത്തോടെ ശബരിമലയ്ക്ക് പോകാമെന്നായിരിക്കും അയാൾ കരുതിയിരിക്കുന്നത്. കാലിന് സ്വാധീനമില്ലാത്തവരും അവിടേക്ക് വരുന്നുണ്ടല്ലോ. ആ തിക്കിലും തിരക്കിലും പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അത്രയും നന്നായി, നമുക്കും അതാണല്ലോ വേണ്ടത് അമ്മേ എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. പിന്നീട് കാണിക്കുന്നത് കമലേശ്വരത്തെ കെട്ടുനിറയുടെ ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടുനിറയ്ക്കാൻ വേണ്ടിയിട്ട് ഗുരുസ്വാമിയും അതുപോലെ തന്നെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്വാമിമാരും അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അയ്യപ്പസ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുണ്ട്. അപ്പോൾ ഉണ്ണിയും ദുർഗയാണെങ്കിൽ അതിലൊന്നും പങ്കുകൊള്ളാതെ അവരെ തന്നെ ഇങ്ങനെ അസൂയയോടെയും പകയോടെയും ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ണനെങ്ങാനും കാലിൻ്റെ സ്വാധീന ശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ടോ അതിന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഒളിഞ്ഞും തെളിഞ്ഞും അതിനു വേണ്ടി കാണാൻ വേണ്ടി തന്നെയാണ് അവരവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെ അവർ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു കാഴ്ച അവിടെ സംഭവിക്കുന്നു. അതായത് കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് അയ്യപ്പസ്വാമിയെ തൊഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് സമനില തെറ്റിപ്പോകുന്നുണ്ട് ദുർഗയുടെയും ഉണ്ണിയുടെയും. കാരണം കണ്ണൻ്റെ വലതുകാലിൻ്റെ വിരലിന് ചെറിയൊരു ചലനശക്തി കിട്ടിയിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ നട്ടെല്ലിൻ്റെ തളർച്ച മാറി ഏകദേശം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയാമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് അവർക്ക് ഒട്ടും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവരുടെ രണ്ടുപേരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട്. അപ്പോൾ മഹി കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട വേണ്ട, ഉണ്ണിയോ അമ്മയോ എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും, കണ്ണേട്ടൻ വീൽ ചെയറിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗയും ഉണ്ണിയും ഈ ഒരു കാഴ്ച കണ്ട കാര്യം കണ്ണനോ മഹിയോ അറിയുന്നില്ല. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ മാർക്കോയും അവിടേക്ക് വരുന്നുണ്ട്. കണ്ണനോടൊപ്പം കെട്ട് നിറച്ച് മാലയിടാനായിട്ടാണ് മാർക്കോയും വന്നിട്ടുള്ളത്. ശേഷം ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ സംഭവിച്ചത്. കണ്ണൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇനി ഇത്തവണത്തെ ചികിത്സ കൂടി കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങാൻ അധിക താമസമില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ മാലയിട്ട് മല ചവിട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അവരെല്ലാവരും കൂടി നമ്മളെ ചതിക്കുകയായിരുന്നു അമ്മേ, എല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അന്നേ കരണമോള് സംശയം പറഞ്ഞതല്ലേ അവൻ്റെ ഇടതുകാലിന് ചലിക്കുന്നുണ്ടെന്ന്, ഇനി എന്ത് ചെയ്യും മോനെ എന്നെല്ലാം ദുർഗ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോൾ എന്തായാലും ഞാൻ മേക്കേട്ടനോടും അച്ഛനോടും കൂടി ഈ വിവരം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഉണ്ണിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ണനോടൊപ്പം മല ചവിട്ടാൻ ഇത്തവണ മാർക്കോയും കൂടി എത്തുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്